ഹായ് ഫ്രണ്ട്സ്, സംഗീതയാണ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? ചിക്കൻ മഞ്ചൂരിയൻ. ചിക്കൻ മഞ്ചൂരിയൻ ആണല്ലേ. അപ്പം ഞങ്ങൾ ഇന്ന് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഡോഡുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ് അല്ലേ? യെസ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മഞ്ചൂരിയൻ ആണ്. അപ്പോൾ ചിക്കൻ മഞ്ചൂരിയൻ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഹോട്ടലിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊന്ന് ബട്ടർ ചിക്കൻ മഞ്ചൂരിയൻ ഒക്കെ ആയിരിക്കുമല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ആൾക്കാർ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ചിക്കൻ മഞ്ചൂരിയൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അപ്പം സിമ്പിളായിട്ട് 2-3 വട്ടം ഞാൻ ഉണ്ടാക്കി നോക്കി, ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിനാവശ്യമായിട്ട് ചെറിയ പീസായിട്ട് 1 കിലോ ചിക്കൻ അതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ നമുക്ക് ആഡ് ചെയ്യും. മൈദയുടെ കൂടെ നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ കാശ്മീരി ചില്ലി 1 സ്പൂണ്, പിന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് 1 സ്പൂണ്, പിന്നെ സോയ സോസും 1 സ്പൂണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പീസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 1 കോഴിമുട്ട ആഡ് ചെയ്യാൻ പോവാം. കോഴിമുട്ട ഞാൻ മുഴുവൻ എടുത്തു കേട്ടോ. വെള്ള വേറെ മഞ്ഞ വേറെ അങ്ങനെയൊന്നുമില്ല, മുഴുവൻ എടുത്തു. എന്നിട്ട് അതിനൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നല്ലോണം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ എടുത്തിട്ട് നമ്മൾ ഇതിനെ ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഒരു 30 മിനിറ്റ് നേരം ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരു 30 മിനിറ്റ് നേരം നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റും. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് എന്നിട്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കൂടെ മിക്സ് ആകട്ടെ. എന്നിട്ട് ഓരോന്നോരോന്ന് എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി ഒന്ന് വറുത്ത് അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഇട്ടിട്ട് നമുക്ക് മുഴുവനെ വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറ് കണ്ടില്ലേ? ഇതുപോലെ ആവുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി നമ്മൾ അതിനെ ഒന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നും നമ്മൾ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. എല്ലാം മാറ്റി നമുക്ക് നല്ലൊരു എണ്ണയൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുത്ത സെയിം എണ്ണയാട്ടോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളകും ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് എടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഇങ്ങനെ ഇപ്പം ഇതിൽ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ വലിയ പീസായിട്ട് മുറിച്ചിട്ട്, ഒരുപാട് വലിയ പീസും ആവണ്ട ഒരുപാട് ചെറുതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ ഒരു പീസാക്കിയിട്ട് മുറിച്ച് നന്നായിട്ട് ആ കളറ് മാറുന്നത് വരെ വഴറ്റും. അതിലേക്ക് നമ്മൾ 3 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു. ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്ത് എല്ലാ സൈഡിലേക്ക് എത്തി അതിൻ്റെ ആ ഒരു മണമുണ്ട്, അതൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം, ഞാനൊരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്ത് അതിനെ ഒരു ക്യൂബായിട്ട് മുറിച്ചെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സോയാ സോസാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോയാ സോസ് അല്ലേ. അതൊരു 3 സ്പൂണ്, ചെറിയ സ്പൂണിൽ 3 സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നല്ലോണം ആ ഒരു സോയാ സോസിൻ്റെ ഒരു പ്രത്യേക മണമില്ല, അത് മാറുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തി നമ്മൾ മിക്സ് ചെയ്ത് എടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് ഇതാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. 1 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഗ്രേവി എത്ര വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ചിക്കൻ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ മസാല ഉണ്ടല്ലോ, ഈ ഗ്രേവി ഈ ചിക്കനിൽ നന്നായിട്ട് കുതിർന്ന് വരുന്നത് പോലെ നമ്മൾ ആഡ് ചെയ്ത് കണ്ടില്ലേ.
ഇങ്ങനെ നന്നായിട്ട് എല്ലായിടം വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കും. ഇപ്പൊ നമ്മൾ വെള്ളം ഗ്രേവി വേറെ ചിക്കൻ വേറെ എന്നുള്ള രീതിയിലല്ലേ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്തു. അതായത് നമ്മൾ 1 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജെല്ല് പോലെ ആവും, നന്നായിട്ടൊരു ജെല്ലി ടൈപ്പ്. അപ്പൊ നമ്മളുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡിയാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.